ഈജിപ്തിലെ അമേരിക്കൻ കപ്പലിനെയും ഇറാൻ ആക്രമിച്ചു. യുദ്ധം വ്യാപകമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇറാൻ നടത്തി വരികയാണ്. ഇറാൻ നേരെ ജോർദാന്റെ മേഖലയിൽ നിന്ന് ആക്രമണം നടത്തിയതിനുള്ള തിരിച്ചടിയാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് IRGC പ്രതികരിച്ചു. ഇപ്പോൾ ഈജിപ്ത് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഒഴുകിക്കൊണ്ടിരുന്ന അമേരിക്കയുടെ പെട്രോൾ കപ്പലിനെയാണ് ഇറാൻ ആക്രമിച്ചത്. മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാവിധ അമേരിക്കൻ കപ്പലുകളെയും ആക്രമിക്കുമെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ യുദ്ധസമാന സാഹചര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ സംവിധാനങ്ങൾ പോലെ ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം കുറഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. 13 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഏറെക്കുറെ ഈ മേഖല ശാന്തമായിരുന്നു. പിന്നീട് ജോർദാന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് ശേഷമാണ് യുദ്ധം തുടർന്നത് എന്ന് അമേരിക്ക ആരോപിച്ചു. എന്നാൽ ജോർദാനിലെ അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് തങ്ങൾ നൽകിയത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരികയും ചെയ്തു. അപ്പോൾ എല്ലാ കരാർ വ്യവസ്ഥയും ലംഘിക്കുന്ന അമേരിക്ക ഈ പ്രാവശ്യവും അത് തുടർന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ സാഹചര്യ സ്ഥിതികൾ കുറച്ചുകൂടി സങ്കീർണമായിട്ട് തുടരുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് സൗദി അറേബ്യക്ക് നേരെ ആക്രമണം നടന്നു. ഈ ആക്രമണം ഇറാന്റെ ഷിയ മിലീഷ്യകളാണ് നടത്തിയത് എന്ന് സൗദി അറേബ്യ ആരോപിച്ചിട്ടുണ്ടെങ്കിലും അത് ഇറാനോ ബന്ധപ്പെട്ട ഷിയ വിഭാഗമോ സ്ഥിരീകരിച്ചിട്ടില്ല. 20ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 6 ഉപദേഷ്ടാക്കൾ മറ്റൊരു മേഖലയിൽ നിന്ന് കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരവും പുറത്തു വന്നു. അപ്പോൾ ഇതോടെ യുദ്ധത്തിന് മറ്റൊരു മാനവും മറ്റൊരു രീതിയും കൈവന്നിരിക്കുകയാണ്. മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. യുദ്ധം തുടങ്ങി 5 മാസമായിട്ട് ഇതുവരെ ഏതെങ്കിലും ഒരു അറേബ്യൻ രാജ്യങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പം അതും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഇതിൽ കക്ഷി ചേരാൻ താല്പര്യമില്ലെന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് സൗദി അറേബ്യ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളത് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അഥവാ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അമേരിക്കക്കുണ്ടായത് കുറഞ്ഞ ദിവസത്തിനിടയിലാണ്, 10-12 ദിവസത്തിനിടയിൽ എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഭീമമായിരിക്കുന്ന നഷ്ടം പറയുന്നത് ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്ന് അവരുടെ സൈനിക മേഖല അല്ലെങ്കിൽ സൈനിക സംവിധാനം അപ്പാടെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചു. അത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ ഇൻ്റലിജൻസ് സംവിധാന കാര്യങ്ങൾ അപ്പാടെ തകരുകയും റഡാർ സംവിധാനത്തെ ഇറാൻ നിശ്ചലമാക്കുകയും ചെയ്തു. അതോടുകൂടി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്കോ സംവിധാനങ്ങൾക്കോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങൾക്കോ സുരക്ഷമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ വന്നു. പിന്നീട് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ നിന്ന് ആയുധങ്ങളും അതിൻ്റെ കവചിത സംവിധാന കാര്യങ്ങളുമായിട്ട് പതുക്കെ ജോർദാനിലേക്ക് പറിച്ചു നടപ്പെട്ടത്. ജോർദാനിലാണെങ്കിൽ ഈ അവസരം വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇറാന്റെ ഭാഗത്തുള്ള നിലപാടുണ്ടായത്. അവസരം വേണ്ട വിധം ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും വലിയ ഇടപെടൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നടത്തുകയും ചെയ്തു. അപ്പോൾ സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അവർ ആക്രമിച്ചു ജോർദാനിൽ. അപ്പോൾ ജോർദാനിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഏകദേശം 15 മുതൽ 30% അമേരിക്കയുടെ കവചിത വാഹനങ്ങളെല്ലാം തകർക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ട്. അപ്പോൾ ഖത്തറിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നു ജോർദാനിൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ ജോർദാനും കൂടി സുരക്ഷിതമല്ലാതായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇപ്പോഴത്തെ അവസ്ഥാസ്ഥിതികളും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിലൊരു മധ്യസ്ഥ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഈ യുദ്ധത്തിന് വലിയ രീതിയിലുള്ള കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൃത്യമാണ്.
ഇറാനെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ മേഖലയിലും മുസ്ലിം മേഖലയിലുമുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാന് നേരെ ആക്രമണം നടത്തിയത് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്ക 25 തവണയെങ്കിലും ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വിമാനം കാണാതായിരിക്കുന്ന ഒരു അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് ഒന്നും അല്ലെങ്കിൽ പോലും തകർന്ന് വീണതോ തകർത്തതോ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുകയോ എന്തോ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. ചൈനക്ക് റഷ്യക്കും ഇതിന് മുൻപ് തന്നെ അമേരിക്ക വലിയ രീതിയിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഥവാ നിങ്ങൾ ഒരിക്കലും ഇവരെ സഹായിക്കാൻ പാടില്ല, ഇറാനെ സഹായിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ചൈന ഇന്ന് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇറാൻ തങ്ങളുടെ സഹോദര രാജ്യമാണ്, തങ്ങൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കുക തന്നെ ചെയ്യും, സർവ്വ മേഖലയും സഹായിക്കും എന്നുള്ളതാണ്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധ വിഷയത്തിൽ വലിയ രീതിയിലുള്ള സഹായം ഇറാൻ റഷ്യക്ക് നൽകിയിട്ടുണ്ട്. അവർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഞങ്ങൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് ഉചിതമല്ല, തങ്ങളത് ചെയ്യില്ല എന്ന് റഷ്യയുടെ ഭാഗത്തും മറുപടി പറഞ്ഞു. അപ്പോൾ എല്ലാ മേഖലയിലും ഇറാനോട് സഹകരണം പുലർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനത്തിനപ്പുറം കടന്നു കയറാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ മിസൈലുകൾക്ക് സാധിക്കുന്നുണ്ട്. ഇറാൻ ആ തരത്തിലാണ് മിസൈലിൻ്റെ നിർമ്മിത സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളോട് തങ്ങളുമായിട്ട് സഹകരിക്കണമെന്നും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ സഹായിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നും പല രാജ്യങ്ങളോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലാത്തൊരു ശത്രുവിനെ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഇതിന് മറുപടി നൽകിയത്. ഇറാനുമായിട്ട് തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഇല്ല. അതൊരു ശത്രുവായ രാജ്യമായിട്ട് മാറുന്ന സമയത്ത് പിന്നെ അതിൻ്റേതായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിന് തങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ലോകരാജ്യങ്ങൾ മാറി നിൽക്കുന്നു. അപ്പോൾ ആയുധത്തിൻ്റെ ശേഷിപ്പ് അല്ലെങ്കിൽ ആയുധത്തിൻ്റെ കുറവ് കൃത്യമായ രീതിയിൽ അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വൈറ്റ് ഹൗസിൽ നിന്നുള്ള രഹസ്യ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ്. ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കുന്ന സംവിധാനത്തിനൊക്കെ വലിയ രീതിയിലുള്ള ഷോർട്ടേജ് വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തെ കീഴടക്കാനൊന്നും സാധിക്കുകയില്ല. തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിന് ഇറാൻ്റെ മിസൈലിൻ്റെ മുൻപിൽ അടിയറവ് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു എന്നതെല്ലാം ഭാവിയിൽ അമേരിക്കയുടെ രാഷ്ട്രീയ പക്വത എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നതായിട്ട് ലോക മാധ്യമങ്ങളും മീഡിയകളും വിലയിരുത്തുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. ശത്രുവിൻ്റെ ശക്തി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാതെ ഇറാൻ്റെ മേലെ അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചപ്പോൾ ഇറാൻ പറഞ്ഞത് കൃത്യമാണ്. തങ്ങളുടെ രാജ്യം പട്ടിണിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പട്ടിണിയുടെ പ്രയാസം ലോകം അനുഭവിക്കും. തങ്ങളുടെ രാജ്യം കരയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കരച്ചിൽ ലോകം മുഴുവനും ഏറ്റു കരയുന്നതാണ്. ഇപ്പോൾ അത് സമാനമായ സ്ഥിതി സാമ്പത്തികപരമായ രീതിയിൽ വലിയ രീതിയിൽ ഇറാൻ തകർന്നു എന്നതിൽ അത് അവസാനിക്കുന്നില്ല. ആ തകർച്ചയുടെ തുടർച്ചയായ രീതിയിൽ ലോകത്തിന് മുഴുവനും സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയും പ്രയാസവും ഉണ്ടായി. നമ്മുടെ രാജ്യത്ത് പോലും അത് സാരമായിട്ട് ബാധിച്ചു എന്ന് മാത്രമല്ല, പെട്രോളത്തിന് മാത്രമല്ല, അതോടനുബന്ധിച്ച് മറ്റുള്ള വസ്തുക്കൾക്കും വലിയ രീതിയിലുള്ള വില ഉയരാൻ ഇത് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും ഉത്തരവാദി ഡൊണാൾഡ് ട്രംപാണ് എന്നുള്ളത് ഇറാൻ ആവർത്തിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടൽ ഒരു ശാന്തമായിരിക്കുന്ന ഒരു കടൽ പരപ്പായിട്ട് 120ഓളം കപ്പലുകൾ നിത്യേന എന്നോണം പാസ് ചെയ്തു പോകുന്ന ഒരു കടൽ പരപ്പാണ് ഹോർമുസ് കടൽ. അവിടെയാണ് ഈ പ്രതിസന്ധി വിഷയങ്ങളും ട്രംപ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് 2 അല്ലെങ്കിൽ 10-ൽ താഴെ കപ്പലുകൾ മാത്രമാണ് സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ ഈ 10-ൽ താഴെ കപ്പൽ മാത്രം സഞ്ചാരം നടത്തുന്ന സമയത്ത് അതിന് തന്നെ അനുവാദം ഇറാൻ നൽകിയെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. ഇറാൻ നൽകിയിട്ടില്ലെങ്കിലോ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം മറ്റു രാജ്യങ്ങൾ അനുഭവിക്കും. ഒന്നുകിൽ വെടിവെപ്പ് ഉണ്ടാവും, മിസൈൽ ആക്രമണം ഉണ്ടാവും, നാശനഷ്ടങ്ങളുണ്ടാവും. കടലിൽ പോലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ കൃത്യമാണ്. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്. ഒരു തരത്തിലും സുരക്ഷിതമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ
മാറിയിരിക്കുകയാണ് അമേരിക്കയും അതിൻ്റെ സംവിധാനങ്ങളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.